സ്കിന്നിനാണെങ്കിലും അതേപോലെ തന്നെ കിഡ്നിക്കാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നതാണ് ഹൈഡ്രേഷൻ. നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയും. അപ്പം ശരിക്കും എത്ര വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത് ഒരു ദിവസം? വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ശരിക്കും നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കണം. പക്ഷെ എന്നിരുന്നാലും അമിതമായിട്ട് കുടിക്കുന്നതും നല്ലതല്ല. കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം സോഡിയം കുറഞ്ഞു പോകാനും ഒക്കെ അമിതമായി കുടിക്കുന്നത് നല്ലതല്ല. സാധാരണ ഒരു വ്യക്തിക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ളൊരു വെള്ളം ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതേ കാര്യം തന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കിഡ്നിയുടെ അസുഖമുള്ളവരുടെ കാര്യം പറയുമ്പോൾ അവർക്ക് നീര് വരാനുള്ള സാധ്യത കൂടുതലാണ്. അന്നേരം ശ്വാസമുട്ടലിലോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അങ്ങനെയുള്ള രോഗികളുടെ അടുത്ത് നമ്മൾ പറയും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുടിക്കണം എന്നുള്ളത്. അന്നേരം നമ്മൾ ചിലപ്പോൾ പറയും 1.5 ലിറ്റർ അടുപ്പിച്ച് മാത്രമേ വെള്ളം കുടിക്കാവൂ, അല്ലെങ്കിൽ ഒത്തിരി നീരുണ്ട് ശ്വാസമുട്ടലുണ്ടെങ്കിൽ 1 ലിറ്ററിനുള്ളിൽ മാത്രമേ വെള്ളം കുടിക്കാവൂ എന്ന് പറയും. സാധാരണഗതിയിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഒരു 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അത് ഒരു പരിധി വരെ നമുക്ക് മൂത്രത്തിൽ കല്ല് വരുന്നതിനും മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നതിനും ഒക്കെ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. വെള്ളം നല്ലപോലെ തന്നെ കുടിക്കണം. പക്ഷേ ഓവറായിട്ട് കുടിക്കരുത്. 4 ലിറ്റർ 5 ലിറ്ററിലോട്ടും ഒക്കെ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കാണാം.